ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്ന് ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് എത്തിയതേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ ഏകദേശം ഒരു സമയത്രയും നോക്കട്ടെ, 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് എൻ്റെ ഈവനിങ് റൊട്ടീൻ കണ്ടാലോ. ഞാൻ ആക്ച്വലി എനിക്ക് മോർണിംഗ് അങ്ങനെ ഞാൻ അധികം ജോലികൾ ചെയ്യാറില്ല, കാരണം എൻ്റെ മോർണിംഗ് ഫുള്ള് ഭയങ്കര ബിസി മോർണിംഗ് ആയിരിക്കും. വളരെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ഓഫീസിൽ പോകാനുള്ള തിരക്കുകൾ കൊണ്ട് പിന്നെ അധികം സമയം കിട്ടാറില്ല. അതുകൊണ്ട് പെട്ടെന്ന് ചടപടയെന്ന് ഒരുങ്ങി റെഡിയായിട്ട് ഓഫീസിലേക്ക് ഓടുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള എല്ലാ പരിപാടിയും ഞാൻ ഈ ഓഫീസ് കഴിഞ്ഞ് ഈവനിങ്ങിൽ വീട്ടിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈവനിങ് റൊട്ടീൻ നമുക്കിന്ന് കാണാം. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ കാര്യം എന്താ, ചായ കുടിക്കാൻ പോകാം. ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് അൺറെഡി ആയതിന് ശേഷം കിച്ചണിലേക്ക് കയറാം. മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് കെട്ടിയിട്ട് കിച്ചണിലേക്ക് കയറുന്നല്ലേ നല്ലത്. പൊട്ടൊക്കെ ഒന്ന് ഊരി വെക്കാം. ഈ രാത്രിക്ക് ഈ റൂമിൽ പൊട്ടൊക്കെ കുത്തിച്ചിട്ട് ആര് കാണാനാ അല്ലേ. പിന്നെ രാവിലെ ചായ കുടിച്ച് വെച്ചിരുന്ന ഗ്ലാസ്സൊക്കെ ഇട്ടിരിപ്പോൾ നമുക്ക് കഴുകാനെടുക്കാം. പിന്നെ എന്തായാലും നമുക്ക് ഫസ്റ്റ് എന്തായാലും അലക്കാനിടാം. അപ്പം എന്താ പറയുക, ഇപ്പം അലക്കാനിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ ഏകദേശം പകുതി ആകുമ്പോഴത്തേക്കും അലക്ക് കഴിയും. അപ്പോൾ പിന്നെ അതിന് സെപ്പറേറ്റ് വേറെ സമയം നമ്മൾ കണ്ടെത്തേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും തുണി തന്നെ അവിടെ കിടന്ന വാശിയാവട്ടെ, നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ തീർക്കാം. രാവിലെ ഞാൻ ഇട്ടേച്ച് പോയ പാത്രങ്ങളാണ് ചായ പാത്രവും ഗ്ലാസും കഴുകിയെടുക്കാം. ചായ വെച്ചിട്ട് ബാക്കി പാത്രം കഴുകാം. ഞാൻ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അളന്നാണ് കേട്ടോ ചായ വെക്കുന്നത്. കൂടിപ്പോയിട്ടേക്ക് ഇവിടെ കുടിക്കാൻ വേറെ ആരുമില്ല. സോ ഈ ചായ കുട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 10 തന്നെ ആവുമേ. അപ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിച്ച് കിടന്നിറങ്ങാനുള്ള സമയം. അപ്പോഴേക്കും പിന്നെ ചായൻ്റെ ആവശ്യമില്ലല്ലോ. സോ നമുക്ക് ചായ വെക്കാം. ഓക്കെ, ചായ തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പാത്രം കൂടെ കഴുകി വെക്കാം. ചായ തിളച്ച് തൂകി പോവാതിരിക്കാനായിട്ട് ഒരു മരത്തിന് തവിങ്ങ എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് ഗൈസ്. ചായ കുടിച്ചിട്ട് കാണാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ. എനിക്ക് കടിയൊന്നും തിന്നാനായിട്ടുള്ളൊരു മൂഡില്ല. അപ്പോൾ വിശക്കാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, നമ്മുടെ വാഷിംഗ് മെഷീൻ അലക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. തുണി അവിടെ കിടക്കട്ടെ. നമുക്കിനി ഇപ്പോൾ അടുത്ത് ചെയ്യാനുള്ളത്, ഞാനൊരു തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. പേരല്ലേ നമ്മുടെ ഗ്രീൻ ബീൻസ്, അതും കുറച്ച് ക്യാരറ്റും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് അത് അടുപ്പേ വെച്ചതിന് ശേഷം നമുക്ക് തുണി വെച്ചിടാം. അപ്പം നമുക്ക് തോരനാകുകയും ചെയ്യും, ആ സമയത്തേക്ക് കൂടെ എന്തോർക്കും നമുക്ക് തുണി വിരിച്ചിടുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. നമുക്ക് വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഗ്രീൻ ബീൻസ്, പിന്നെ ക്യാരറ്റ്, ഗ്രീൻ ചില്ലി, പിന്നെന്താ പറയുക, അത്ര ഐറ്റംസ് മതി ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക്. നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഫ്രീസറിൽ എടുത്തിട്ട് അതൊന്നെടുത്ത് പുറത്തേക്ക് വെക്കാം. ഫ്രണ്ട് നാട്ടിൽ വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പം നമുക്ക് ചിക്കനും പിന്നെ ഒരു തോരനും ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ തോരൻ വെക്കാനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് പീൽ ചെയ്ത് നല്ലപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം.
വരൂ ഗൈസ്. തോരന് വേണ്ടി ഉള്ളി അരിഞ്ഞപ്പോൾ ഉള്ള പ്രകടനമായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ എന്തായാലും കട്ടിങ്ങും ഷേവിങ്ങും എല്ലാം കഴിഞ്ഞ് നമുക്കിനി തോരൻ വെക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ഒരു പാന് ഗ്യാസിൽ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ടു. അങ്ങനെ നമ്മൾ തോരനുള്ള സാധനമെല്ലാം അടുപ്പേക്ക് ഇട്ടേക്കാണ്. അങ്ങനെ തോരൻ അവിടെ ഇരുന്നാവട്ടെ. മീൻവയിൽ നമുക്ക് കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാം. അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ തോരൻ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനാണെങ്കിൽ ആ ചിക്കൻ കൊണ്ടുവന്നതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് പാക്കിംഗ് ഒന്നും ഒഴിവാക്കാതെ എടുത്ത് വെച്ചേക്കുമായിരുന്നു. ഇന്ന് രാവിലെയാണ് എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് തന്നെ ഇത് റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അതൊന്ന് അൺപാക്ക് ചെയ്ത് അതിന് വേണ്ട വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഓൾറെഡി അത് കുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അത് ഏകദേശം ഒരു ഫ്രൈ രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നോക്കുമ്പം നമ്മൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് ഒരു റോസ്റ്റ് പരുവത്തിലാക്കുവാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാമല്ലോ. ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കുമ്പം നമുക്ക് വെറുതെ കഴിക്കാനായിട്ട് പറ്റും. കുക്കിംഗ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പാത്രങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഗൈസ് കഴുകാൻ. അങ്ങനെ നമുക്കെന്നാൽ ബാക്കിയുള്ള പാത്രങ്ങളുടെ പെട്ടെന്ന് കഴുകിയിട്ട് നമ്മുടെ അലക്കി വെച്ച തുണിയില്ലേ അതും കൂടി ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. തേച്ചാൻ്റെ ചപ്പാത്തിയും ചിക്കനും, എനിക്കിത് ചോറും ചിക്കനും തോരനും. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ചെറുതായിട്ടൊരു സ്കിൻ കെയർ ആയാലോ. ഇവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആവും. അതുകൊണ്ട് ഒരു മോയ്സ്ചറൈസർ പറ്റാമെന്ന് വിചാരിച്ചു. ഇപ്പം നൈറ്റ് കിടക്കുന്നതിന് മുന്നേ മോയ്സ്ചറൈസർ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ഒരു നോർമൽ ഈവനിങ് റൊട്ടീൻ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലിലൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.